ഇവിടെ ബൈബിളിൽ മനുഷ്യർ കരഞ്ഞാലും, അത് കൊലപാതകി കരഞ്ഞാലും, വ്യഭിചാരിണി കരഞ്ഞാലും, ഏറ്റവും വലിയ കുറ്റവാളി കരഞ്ഞാലും കരയുന്നവനെ ബൈപ്പാസ് ചെയ്യാത്ത ഒരു ദൈവം. സർവശക്തനായ ദൈവത്തിന് എന്തെങ്കിലും ബലഹീനതയുണ്ടോ? ഉണ്ടല്ലോ, ഒരു ബലഹീനതയുണ്ട്. എന്താ അത്? കരഞ്ഞാൽ അവനവിടെ നിൽക്കും. എന്താണ് ബർത്തിമേയുസ് കരഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത്? അവൻ അവിടെ നിന്നു. അപ്പോൾ അതുകൊണ്ട് കരഞ്ഞു, ഹൃദയം കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ ഈ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് സവിശേഷമായി ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഹൃദയം നൊന്തുള്ള കരച്ചിൽ കർത്താവിന്റെ സന്നിധിയിൽ വേഗം എത്തും. എന്റെ മേലോ, എന്റെ കുടുംബത്തിന്റെ മേലോ, ആരുടെയെങ്കിലും ശാപമോ കണ്ണുനീരോ നിലവിളികളോ രക്തമോ വന്നു വീണിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ കുരിശിന്റെ യോഗ്യതയാൽ ആ ശാപത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ. യേശുവേ, എന്റെ പാപത്തിന് പരിഹാരമായി കുരിശിൽ ചിന്തപ്പെട്ട അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന്റെ അനന്ത യോഗ്യതകളാൽ എല്ലാ അനുഗ്രഹത്തിന്റെ തടസ്സങ്ങളിൽ നിന്നും എന്നെ വിമോചിപ്പിക്കണമേ.